ഞാൻ ഒരു ഇസ്ലാമിക ഭരണത്തെ അല്ല പിന്തുണയ്ക്കുന്നത്. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും നേതൃത്വം കൊടുക്കുന്ന സ്വതന്ത്ര ഭാരതം ഉടൻ തന്നെ നടപ്പിലാകും. ആ ഭാരതത്തിനു വേണ്ടി, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള വിമോചനത്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ നാമധേയത്തിൽ എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നത്. ഇതാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാക്കുകൾ. 19-ാം നൂറ്റാണ്ടിൽ കറുത്ത വർഗ്ഗക്കാരായ ദളിതന്മാർ എന്ന് മുദ്രകുത്തിക്കൊണ്ട് അവർക്കൊന്നും ഉയർന്ന ജാതി എന്ന് അവകാശപ്പെടുന്ന ബ്രാഹ്മണന്മാരുടെ മുന്നിലേക്ക് വരാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിഗതിയായിരുന്നു. ഈ ഉയർന്ന ജാതിക്കാർ എന്ന് വിശ്വസിക്കുന്ന ഈ ബ്രാഹ്മണന്മാരുടെ കൺദൃഷ്ടി 7 അയലത്ത് പോലും ഈ പാവപ്പെട്ട കറുത്ത വർഗ്ഗക്കാർ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ചാട്ടവാറടിയാണ്. ഈ പാവപ്പെട്ട ദളിതന്മാർ ആരോട് സങ്കടം പറയാൻ? അവർക്കൊരു നേതാവുമില്ല. ഈ ഉയർന്ന ജാതിക്കാർ എന്ന് അവകാശപ്പെടുന്ന അവരുടെ ചാട്ടവാർ അടി കൊണ്ട് പിടയുന്ന പാവപ്പെട്ട ഈ ദളിതന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് നേരെ പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിൽ ഒരുപാട് ദളിതന്മാർ രക്ഷപ്പെട്ടു, മോചിതരായി. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ദളിതന്മാർ ആരുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ആരാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അങ്ങനെ ഈ ഉയർന്ന ജാതിക്കാരുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ പലരും ഇസ്ലാം മതത്തിലേക്ക് വന്നു. ഇസ്ലാം മതക്കാരെ ഈ തമ്പുരാക്കന്മാർക്ക് പേടിയാണ്. അതുകൊണ്ട് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. അവരുടെ പിൻഗാമികൾ ഇന്നും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സംഘികൾ പറയുന്നത് അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നാണ്. പക്ഷെ അതല്ല സത്യം. ഭയന്നുകൊണ്ട്, ഈ തമ്പുരാക്കന്മാരുടെ ചാട്ടവാറടി ഭയന്നുകൊണ്ടാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. അല്ലാതെ ഈ മതപരിവർത്തനത്തിലൂടെ അല്ല അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാര്യംകുന്നന്റെ പിന്നാലെ കൂടി ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ അവർ സ്വതന്ത്രരായി. പിന്നീട് അവരെ തമ്പുരാക്കന്മാർ ദൂരെ നിന്ന് കണ്ടാലും അയിത്തം കൽപ്പിക്കില്ല. അതാണ് കാലഘട്ടം. പക്ഷേ ഇന്ന് സംഘികൾ പാടി നടക്കുന്നത് മാപ്പിള കലാപത്തിൽ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിമാക്കി എന്നാണ്. എന്നാൽ അത് തെറ്റാണ് സംഘികളെ. ഈ കേരളത്തിലെ കറുത്ത വർഗ്ഗക്കാരായ ദളിതന്മാരുണ്ടോ? നിങ്ങൾ ഇന്ന് ഉയർന്ന ജാതിക്കാരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നേടിത്തന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അവരെ മറക്കരുത്. പക്ഷേ ചരിത്രം ഓർക്കാത്ത വിഡ്ഢികളായ ദളിതന്മാർ ഇന്നുമുണ്ട്. ഇന്ന് ആ സംഘികൾ, ഇന്ന് ആ തമ്പ്രാക്കന്മാരുടെ വാലും നക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. വീണ്ടും അവർ പഴയ കാലത്തേക്കാണ് പോകുന്നത്. പഴയ കാലത്ത് എന്താണ് നടന്നു എന്നത് ഇവിടെ മുൻഗാമികൾ ചോദിച്ചാൽ ഇവർക്കറിയാം. പക്ഷേ ഭാഗ്യവശാൽ മുൻഗാമികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഇവർ സത്യം എന്തെന്നറിയാതെ ഉയർന്ന ജാതിക്കാരാണ് ഞങ്ങളുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലും നക്കി ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ കാലചക്രം തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും അടിമകളാണ്. അവരുടെ മൂത്രം വരെ ഇവർ കുടിക്കേണ്ടി വരും എന്ന് ഈ കറുത്ത തൊലിയുള്ള കറുത്ത ദളിതന്മാർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും. അതുവരെ കാത്തിരിക്കാം. വെയിറ്റ് ആൻഡ് സീ.